പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്ന ഡാൻ റിവേരയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ഹോട്ടൽ റൂമിലുണ്ടായിരുന്ന അനബൽ എന്ന ഡിമോണിക് ആയിട്ടുള്ള പൊസസ്ഡ് ആയിട്ടുള്ള ഡോളിനെ കാണാനില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഡാൻ റിവേരയുടെ മരണത്തിന് ശേഷം സർക്കുലേറ്റ് ചെയ്യുന്ന വാർത്തകളിലാണ് ഈ ഒരു പരാമർശം. NDTV അടക്കമുള്ള ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഈ വാർത്തയുടെ പ്രാധാന്യം? അതിന്റെ സത്യസ്ഥിതി എന്താണ്? ശരിക്കും അനബൽ എന്ന് പറയുന്ന പാവ കാണാതായിട്ടുണ്ടോ? എന്നാൽ ഉത്തരം ഇല്ല എന്നാണ്. കാരണം വാറൻ ഒക്കൽട്ട് എന്ന് പറയുന്ന മ്യൂസിയം അധികാരികൾ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അനബൽ എന്ന് പറയുന്ന പാവ ഇപ്പോഴും സുരക്ഷിതമായിട്ട് കണക്റ്റിക്കട്ടിലുള്ള വാറൻ ഒക്കൽട്ട് മ്യൂസിയത്തിൽ ഉണ്ട് എന്ന്. മറ്റൊരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് എഡ്വേർഡ് വാറൻ എന്ന വാറൻ ഒക്കൾട്ട് മ്യൂസിയത്തിന്റെ സ്ഥാപകൻ എഴുതി വച്ച ചില നിയമങ്ങൾക്കെതിരായാണ് അനബൽ എന്ന് പറയുന്ന പാവയെ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് മറ്റൊരു പെട്ടിക്കുള്ളിലേക്ക് മാറ്റിയതെന്നും ആ കാരണം കൊണ്ടാണ് ഡാൻ റിവേര മരിച്ചതെന്നും. എന്താണ് ഈ വാർത്തയുടെ സത്യസ്ഥിതി? സത്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളതാണോ? എന്നാൽ അതിന്റെ ഉത്തരം അല്ലെന്നാണ്. കാരണം അങ്ങനെ ഒരു നിയമാവലിയൊന്നും എഡ്വേർഡ് വാറൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അനബൽ എന്ന് പറയുന്ന പാവ അല്പം കുഴപ്പക്കാരിയാണെന്നും പ്രശ്നക്കാരിയാണെന്നും അതിനെ നേരിട്ട് സ്പർശിക്കാൻ പാടില്ല എന്നും പോസിറ്റീവായിട്ട് അതിനോട് അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്നും വ്യക്തമായി അദ്ദേഹത്തിന്റെ നിയമാവലികളിൽ എഴുതി വെച്ചിരുന്നു. ഈ പറയുന്ന രണ്ട് വാർത്തകളിലും സത്യത്തിന്റെ അംശം ഒട്ടും ഉണ്ടായിരുന്നില്ല. ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സർക്കുലേറ്റ് ചെയ്ത വാർത്തയാണിത്. ഇതിന്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ടാവാം. കാരണം കോഞ്ചറിങ്ങിന്റെ ഏറ്റവും പുതിയ സീസൺ വരാൻ പോവാണ്. കിട്ടുന്ന അവസരം അത് ഉപയോഗിച്ചതാണോ എന്ന് എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്ത് നടക്കുന്ന കാലമല്ലേ.